എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു വാട്ട് ഐ കുക്ക് ഇൻ എ ഡേ വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ രാവിലെ തന്നെ കുടിക്കാനുള്ള വെള്ളം, അതേമാതിരി ചായ, രണ്ടും ഫ്ലാസ്കിലാക്കാനും ജഗ്ഗിലാക്കാനും അങ്ങനത്തെ പരിപാടികളാണ് ഫസ്റ്റ് തന്നെ ചെയ്ത് വെക്കുക. പിന്നെ 2 മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പുഴുങ്ങാൻ വേണ്ടി അത് വെച്ചു. ചോറിനുള്ള വെള്ളം പിന്നെ 3 അടുപ്പുണ്ടായതുകൊണ്ട് ഒക്കെ ഓരോ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് സെറ്റായിക്കോളും. പിന്നെ രാവിലെ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റാക്കി വെക്കുക. പിന്നെ അത് ചുടുക, അങ്ങനത്തെ ഓരോ ചില്ലറ പണികളാണ് രാവിലെ ഉണ്ടാവുക. പിന്നെ രാവിലെ മീനൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡും അപ്പം തന്നെ സെറ്റാക്കി വെക്കും. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ചിക്കനും ഉണ്ട്, കുറച്ച് മാന്ത കിട്ടിയതുകൊണ്ട് മീനുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കാം. ദോശയാണ് ജസ്റ്റ് ഗോതമ്പിൻ്റെ പൊടി ഉപ്പ് ഇട്ടുങ്ങാണ്ട് കലക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശൻ്റെ ബാറ്റർ റെഡിയായി കിട്ടും. അതാകുമ്പോൾ ഓയിൽ വേണമെങ്കിൽ ഓപ്ഷണലാണെങ്കിൽ ഓയിൽ കാര്യങ്ങളൊക്കെ ചേർക്കാം. ഞാൻ ഓയിലൊന്നും ചേർക്കില്ല. ഇവിടെ ചില ദിവസം ഓയിൽ പറ്റും, ചില ദിവസം ഓയിൽ പറ്റില്ല. അപ്പം ചോദിക്കും നാളെ എന്താ വേണ്ടതെന്ന്. ചിലപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ ചോദിക്കും നാളെ എന്താ വേണ്ടത്, പൂരി വേണോ? പൂരി മതി എന്നുണ്ടെങ്കിൽ പൂരി ആക്കും, അല്ലെങ്കിൽ ദോശ ആക്കും. അതാകുമ്പോൾ ഓയിൽ കാര്യങ്ങളുമില്ല, നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആവും. പിന്നെ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കന് ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും ഒന്നായിട്ട് ഉള്ള കറി സെറ്റാക്കി വെച്ചാൽ ഉച്ചക്കും രാവിലെയും രാത്രിയൊക്കെ കൂടി ചിക്കൻ കറി ഉണ്ടാവും. പിന്നെ കുറച്ച് മാന്ത ഉണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് കുറുക്കി കറിയും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ചിക്കൻ വേണ്ടാത്തവർക്ക് മാന്ത കറി കൂട്ടാമല്ലോ. അപ്പം ചിക്കൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ചിക്കൻ ഉള്ളി തക്കാളി അങ്ങനത്തെ ഒന്ന് ജസ്റ്റ് വാടിയതിൻ്റെ ശേഷം അത് ഒന്ന് വിസിലടിച്ചെടുത്തിട്ട് നല്ല വാടി കിട്ടും, നല്ല വെന്ത് കിട്ടും. വെന്ത് അലിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിക്ക് കുറച്ചൊരു തിക്നെസ്സും ആയി കിട്ടും. അപ്പോൾ പിന്നെ അത് മസാല ഞാൻ ചോറിലേക്കൊക്കെ കൂടി ഉള്ളതായതുകൊണ്ട് മസാലകളൊക്കെ എന്ത് ചെയ്ത് വേറെ ഒരു പാനിൽ ജസ്റ്റ് ഒന്ന് വറുത്തുങ്ങാണ്ട് ഇട്ട് കഴിഞ്ഞാൽ വറുത്തരച്ച ചിക്കൻ കറി ആവുകയും ചെയ്യും. അപ്പം ചിക്കൻ കറി കാര്യങ്ങൾ അവിടെ സെറ്റാവട്ടെ. ദോശ അപ്പുറത്താവുന്നുണ്ട്, അരി അപ്പുറത്താവുന്നുണ്ട്, ഓരോ ഗ്യാസുമ്മൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നുണ്ട്. കറി വെക്കാനുള്ള ചിക്കനിൽ ഞാൻ 3-4 പീസ് പൊരിക്കാനും ഇട്ട് പിന്നെ മാന്തക്കറി വെച്ച് പിന്നെ പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റിൽ ചപ്പാത്തി ഉണ്ടാക്കുക. പിന്നെ കറി കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെ രാവിലെ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ കുക്ക് ചെയ്ത കാര്യങ്ങൾ. ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല വീഡിയോസായിട്ട് കാണാം. ബൈ.